ദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പിൻതാള് വെച്ചുള്ള ഒലത്താണ്. ചേമ്പിൻതാള് നമുക്ക് പരിപ്പിട്ട് ഒലത്താം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ചേമ്പിൻ്റെ താള് ഇതേപോലെ പറിച്ചിട്ട് മുറിച്ചെടുത്ത് കഴുകി എടുത്തേക്കാണ്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കിതിനി ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചീമ്പി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കാം. താളുകറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ഈ രീതിയിലൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. നമ്മുടെ താളിവിടെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ടെല്ലാനും അരിഞ്ഞെടുക്കുകയാണ്. താളിവിടെ നമ്മൾ മുഴുവനും അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഒരു പാത്രത്തോളം താളുണ്ടായിരുന്നു. നമുക്കിനി കറി വയ്ക്കാം. ഒരു വാളം പരിപ്പാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. പരിപ്പ് വേവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് 5-6 അല്ലി ചെറിയുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പ് വെന്തോന്ന് നോക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച ശേഷം ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് താള് ഒലത്താം. നമ്മളിവിടെ താള് കറി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. ഒരു പിടി തേങ്ങ ചിരകിയെടുത്തു. ഇവയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് താള് ഒലത്തുന്നത് കാണാം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനത് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് വീഡിയോ ഓഫായിപ്പോയി കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും. നമ്മുടെ ഉള്ളി, നമ്മുടെ വറ്റൽമുളക്, വേപ്പില അല്പം ചൂടായ ശേഷം വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുത്ത ഒരു ചെറിയ സ്പൂണ് അരി ഇട്ട് കൊടുത്തിട്ട് അരി പൊട്ടിയ ശേഷമാണ് ഞാൻ വെളുത്തുള്ളിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പം നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് മുളക് പൊടി ചേർക്കണം. എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഒലത്താനെടുത്ത ചട്ടി ചെറുതായി പോയി കേട്ടോ. ഞാനപ്പോൾ കുറച്ച് നമ്മുടെ താള് വേവുമ്പോൾ ഉടഞ്ഞു പോകും നമുക്ക്. അപ്പോൾ അത് കുറച്ച് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ആവി കയറിയതിന് ശേഷമാണ് ഞാൻ ബാക്കി താളും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉണ്ടായ കുക്കറിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി താള് മാറ്റി വേവിച്ചത് നമുക്ക് ഒന്ന് ചട്ടിയിൽ ഒതുങ്ങിയ ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് പയ്യെ ഉടയണ വരെ നോക്കാം. താള് നമ്മൾ ഇത്രയും നിറച്ചിട്ടിട്ട് ഇനിയൊന്ന് ഉടഞ്ഞു കഴിയുമ്പം താള് അങ്ങ് ഇല്ലാത്ത രീതിയിലാവും കേട്ടോ. ആവി കയറി കഴിയുമ്പോൾ തന്നെ ചട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ മാറ്റി വെച്ചേക്കാണ് പരിപ്പ് വേവിച്ചത്. താള് നന്നായിട്ട് ഉടഞ്ഞ ശേഷമാണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് താള് തിരിച്ച് വേവിക്കുന്നുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത് കണ്ട നമ്മുടെ താള് ഇവിടെ ഉടഞ്ഞു കേട്ടോ. നമ്മുടെ പാത്രത്തിൽ ഇനി എളുപ്പത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് താള് വേവിക്കുകയാണ്. താള് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ആ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളിവിടെ നന്നായി ഉടഞ്ഞ ശേഷം നമ്മൾ അല്പം വേപ്പിലയും നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പ് നമ്മുടെ വെള്ളമൊന്ന് വറ്റിയ ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ താളിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പും താളും കൂടെ ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ രീതിയിൽ നല്ല ടേസ്റ്റുള്ള താള് കറിയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള
താളുകറി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രാവിലത്തെ കറിയാട്ടത്, ചോറിൻ്റെ കൂടെയുള്ള. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.